ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ പുതിയൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ അംഗൻവാടിയിലൊക്കെ പോകുമ്പം ഇടാൻ പാകത്തിനായിട്ടൊരു കുഞ്ഞുടുപ്പ്. ഇത് മീറ്റർ തുണി മേടിച്ചതാണ്. ഞാനൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സൈഡ് പോർഷൻ മിച്ചം വന്നതാണ്. 2.25 മീറ്റർ തുണി എടുത്തു. അപ്പം അതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം മിച്ചം വന്നത് ഏകദേശം ഒരു ഉടുപ്പ് തയ്ക്കാനുള്ള അത്രയും പീസ് തുണി മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് യോക്കിലേക്ക് വേണ്ടുന്ന പാർട്ട് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ നടുവേ മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. ബാക്കി വരുന്ന പോർഷൻസ് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വേണ്ടിയിട്ട് പ്ലീറ്റ് ഇട്ട് തയ്ക്കാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് ടോട്ടലി മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ ഷോൾഡറും നെക്കൊക്കെ മാർക്ക് ചെയ്തു. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ നെക്കിനേക്ക് വേണ്ടിയിട്ട് 1.25 ഇഞ്ചും പിന്നെ ഷോൾഡറിൻ്റേതായിട്ട് 1.5 ഇഞ്ചുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ടോട്ടലായിട്ട് 1.25 1.5 അവിടെ ഷോൾഡറിലേക്ക് വേണ്ടി എടുത്തത്. പിന്നെ ആം ഹോളിന് വേണ്ടിയിട്ട് 3.25 ഇഞ്ചിൻ്റെ അടുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് വരുന്നത് 5.5 ആണ്. 5.5യും 1.5 ഇഞ്ചിൻ്റെ അടുത്ത് തയ്യൽ തുമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്കിൻ്റെ അടിഭാഗത്തേക്കും എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. 5.5 ഇഞ്ചിൻ്റെ അടുത്താണ് എടുത്തിരിക്കുന്നത്. അവിടെയും 1.5 ഇഞ്ചിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ളതിൻ്റെ ലെങ്ത് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു 56 ഇഞ്ചിന് മുകളിലുണ്ട് കേട്ടോ. 56 ഒരു 60 ഇഞ്ചിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതിന് ഫുള്ളായിട്ട് ലെങ്ത് അല്ല, വീതി എടുത്തിരിക്കുന്നത് അത്രയുണ്ട്. പ്ലീറ്റ്സിട്ട് എടുക്കാനായിട്ട് 60 ഇഞ്ചിൻ്റെ അടുത്തോളം ഉണ്ട് കേട്ടോ. അപ്പം അതിനെ ഒരു 13.5 ഇഞ്ചിൽ തയ്യൽ തുമ്പടക്കം 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുത്തു. ഇതിൽ നമ്മളിനി പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സ്കേർട്ടിലേക്ക് വേണ്ട പോർഷൻ കട്ട് ചെയ്തെടുത്ത് മടക്കി വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് യോക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നില്ല. ആവശ്യമായിട്ടുള്ള ഒരു ചതുരത്തിൽ ഒരു പീസ് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, അതായത് എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങിനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പം ലൈനിങ്ങിലേക്ക് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ ബാക്കിയുള്ള ലൈനിങ്ങിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്യാൻവാസ് മടക്കിയെടുത്തിട്ട് നമ്മൾ 3.5 ഇഞ്ച് നീളത്തിലും 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാൻവാസിൽ. ക്യാൻവാസിന് ഒരു പീസിലേക്ക്, അതായത് നല്ല ക്ലോത്തിലേക്കോ ലൈനിങ്ങിലേക്കോ എടുത്തിട്ട് അങ്ങനെയാണ് അയൺ ചെയ്തെടുത്തിട്ട് അങ്ങനെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പം നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള പോർഷനാണ്. ഇതിനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. സ്റ്റിച്ച് ചെയ്തിനി നമ്മൾ ലൈനിങ്, ക്ലോത്തിൻ്റെ നല്ല വശം, ഇനി ക്യാൻവാസ് എന്നീ ക്രമത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആദ്യം സെൻറ്ററിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി നെക്ക്
സ്റ്റിച്ച് ചെയ്ത് മുറിച്ച് മടക്കി അടിച്ച് ലൈനിങ്ങുമായിട്ട് അകത്ത് വെച്ചിരിക്കുന്ന പീസ് കട്ട് ചെയ്ത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിബ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. സിബ് നേരെ 2 പീസായി കട്ട് ചെയ്തിട്ട് വേറൊരു വൈറ്റ് പീസ് എടുത്തിട്ട് 2 സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ബാക്ക് പീസ് 2ആയി കട്ട് ചെയ്തിട്ട് നല്ല പീസിൻ്റെ പുറത്ത് ഒരു പീസ് വെച്ച് ഉള്ളിലേക്ക് വെച്ച് മടക്കി പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ സിബ് വെച്ച് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്കിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കാനായിട്ട് അതിൽ ഫ്ലവർ വരുന്ന കളറാണ് കേട്ടോ. ഒരു ഫ്ലവർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെക്കിലും 2 സ്ലീവിലും പൈപ്പിംഗ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എക്സസ് ആയിട്ട് എടുത്തിട്ടില്ല 1.5 ഇഞ്ചിൽ അധികം എടുത്തിട്ടുള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലേക്ക് പ്ലീറ്റ് ഇട്ട് തയ്ക്കാനെടുത്തത് ഒറ്റ മടക്കിലാണ് അടിഭാഗം മടക്കി കൊടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. തയ്യൽ തുമ്പ് വരുന്നതുകൊണ്ട് തന്നെ ഒറ്റ മടക്കിൽ അടി അടിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിലും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ അടി മടക്കിയെടുത്ത് ലൈനിങ്ങും വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് നമ്മുടെ സ്കേർട്ട് പോർഷൻ നമ്മുടെ യോക്ക് പോർഷനിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അതിന് ഒരു ബാക്കിൽ ചെറിയൊരു ബോയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.